വിളക്കിൻ്റെ മനോഹരമായ 21 വർഷം നീണ്ട ദീർഘ യാത്രയിലെ പ്രിയപ്പെട്ട സഹയാത്രികരെ, നമ്മുടെ പ്രിയ സുഹൃത്ത് മാസിരാജ് മൈക്ക് സൈഡിൽ കൂടെ വന്നാൽ മതി. മാസിരാജിന്റെ സംസാരത്തിനിടയിൽ തന്നെ സാംസ്കാരികത കീഴ്മേൽ നിറഞ്ഞു നമ്മൾ ശ്രദ്ധിച്ചു. പണ്ടൊരു ക്ലാസ് ഒരാൾ പ്രസംഗം ചെയ്യുമ്പോൾ ഒരു ഫോൺ വരി മാറി നിന്ന് അറ്റൻഡ് ചെയ്യുകയും വീണ്ടും തിരിച്ചു വന്ന് പ്രസംഗിക്കുകയൊക്കെ ചെയ്യും. ഇത് പോക്കറ്റിൽ കൊണ്ട് നടക്കാമെന്ന് നമ്മൾ മനസ്സിലാക്കി തന്നെ കണ്ടില്ലേ. ഞാൻ ഈ ഫോൺ കൊണ്ട് നടക്കുമ്പോഴേ ലോകത്തിലെ എല്ലാ പ്രധാനപ്പെട്ട ക്ലാസിക് സിനിമകൾ ഇതിനകത്തുണ്ട്, ഡിക്ഷണറികളുണ്ട്, വിശ്വജ്ഞാനാവകാശങ്ങളുണ്ട്. ഇതിനകത്ത് എന്താണ് ഇല്ലാത്ത? ഇതൊക്കെ നമ്മൾ പോക്കറ്റിൽ കൊണ്ട് നടക്കുമെന്ന് ആരെങ്കിലും വിചാരിച്ചില്ലേ? അവിടെ തന്നെ കഴിവുകൾ മറിഞ്ഞു. ഈ വിഷയത്തിന്റെ പ്രത്യേകത കിഴിമേൽ പതിയുന്ന സാംസ്കാരിക വിളക്കിന്റെ യാത്ര എന്ന് പറഞ്ഞ വിളക്കിന്റെ കഴിഞ്ഞ 21 വർഷത്തെ യാത്രയല്ല ഉദ്ദേശിച്ചത്. ആ യാത്രയിൽ സാംസ്കാരിക കിഴിമേൽ മറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൂടാ. ഒരു ആദ്യത്തെ 10 വർഷം കിഴിമേൽ മറിഞ്ഞൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് മാറ്റം വന്നു തുടങ്ങി. കോവിഡ് കാലത്ത് സാംസ്കാരികതയുടെ ഒരു ശിശിര കാലമായിരുന്നു. ഇപ്പോഴും AI വന്നതോടുകൂടി മൊത്തം കിഴിമേൽ. നമ്മൾ ഈ സാംസ്കാരികത എന്ന് കേൾക്കുമ്പോൾ എന്തോ ഒരു കഠിനമായ സാധനമായിട്ട് തോന്നി. അത് വളരെ സിമ്പിളായ ഒരു കാര്യം. ഞാനൊരു സംഭവം പറഞ്ഞു. പൂജപ്പുര സെൻട്രൽ ജയിലിൽ നടന്നൊരു സംഭവം. ജയിലിന്റെ അധികാരിയായി DGP ആയിട്ട് പുതിയ ഒരാൾ ചാർജ് എടുത്തു. ഞാൻ ആളിന്റെ പേര് പറയില്ല, കുറെ കഴിയുമ്പോൾ ഇത് കാണാൻ മനസ്സിലാവും. അദ്ദേഹം ചാർജ് എടുത്ത ആദ്യ ദിവസം ജയില് മൊത്തം ഒന്ന് ചുറ്റി നടന്നു. കണ്ടപ്പോൾ ഈ പെൺജയിലും ആൺജയിലും തമ്മിൽ വേർതിരിക്കുന്ന സ്ഥലത്ത് അവിടെ മതിലുണ്ട്. പെട്ടെന്ന് അദ്ദേഹം വൈക്കം മുഹമ്മദ് ബഷീർ എഴുതി തലമുറകളെ മാസ്മരപ്പെടുത്തിയ മതിലുകൾ എന്ന നോവൽ ഓർത്തു. അദ്ദേഹത്തിന്റെ ജനറൽ നോളജിന്റെ ഭാഗമായിട്ട് ഓർത്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അത് അദ്ദേഹത്തിന്റെ വൈകാരികതയുടെ ഭാഗമായിട്ടല്ല ഓർത്തെന്ന് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായി. അദ്ദേഹം സിവിൽ സർവീസ് ഒക്കെ എഴുതിയ DGP ആയ ആളെ. അപ്പോൾ അയാളും നല്ല പൊതുവിജ്ഞാനമുള്ള ഒരാളായിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും മതിലുകളെ കുറിച്ചൊക്കെ പറയും. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, കൂടെ വന്നിട്ട് ചോദിച്ചു, ഇവിടെയൊക്കെ മറ്റേ ആ കോഴിക്കോട്ടുകാരൻ ബഷീർ എഴുതിയ നോവലിലെ കഥ നടന്നത് മതിലുകൾ. അതെ സർ. അവിടെ ആ പെൺജയിലിൽ നിന്ന് സംസാരിച്ചാൽ ഇപ്പുറത്ത് കേൾക്കാൻ പറ്റും സർ. പുറത്തെ സംസാരിച്ചാൽ കേൾക്കാം. ഇത് എത്ര അടി കൂടി ഉയർത്തിയാൽ ആ സംസാരം കേൾക്കാതാവും? സാർ, 2 അടി കൂടി ഉയർത്തുകയാണെങ്കിൽ പിന്നെ സംസാരം കേൾക്കില്ല. അവർ കാര്യം ചെയ്യും, ഈ മതിൽ 3 അടി കൂടി മൊത്തം ഉയർത്തി. ഇത് വേറൊരു രാജ്യത്തായിരുന്നെങ്കിൽ ഈ ഉദ്യോഗസ്ഥൻ ആ ഉത്തരവിട്ട അതേ ജയിലിൽ അവിടത്തെ ഗോതമ്പുണ്ട നിന്നുകൊണ്ട് കിടക്കുമായിരുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയുമോ? പൈതൃക സ്വത്ത് ഇല്ലാതാക്കുകയാണ്. മലയാളികളെ തലമുറകളെ വശീകരിച്ച ഒരു കഥ നടന്ന സെറ്റ് പൈതൃകമാണെന്ന് മനസ്സിലാക്കാൻ ഉള്ള സെൻസിബിലിറ്റി ഇല്ല. അത് പൈതൃകമല്ല. അവിടെ സംസ്കാരത്തിന്റെ ഒരു പ്രശ്നമാണുള്ളത്. സംസ്കാരം ഉണ്ടായിരുന്നെങ്കിൽ അയാൾ എന്തായാലും ചെയ്യുമായിരുന്നു. മതിലുകൾ ഇവിടെ കഥ നടന്ന സ്ഥലമല്ലെന്ന് പറഞ്ഞാൽ മതിലിനെ ഒന്ന് എത്തായിരുന്നു. അപ്പൊ നമ്മൾ ഒരു ഓർമ്മയെ പിന്തുടർന്ന് പോയി മതിലിനെ ഒന്ന് തഴുകുന്നത് സംസ്കാരം. മതിലിനെ ഇല്ലാതായിട്ടുള്ള സംസ്കാരം ഇല്ലായ്മയോ? ഇപ്പൊ യൂട്യൂബിലൊക്കെ വന്നിരുന്നു ഒരുപാട് ആളുകളെ വിജ്ഞാനപ്പെടുത്തുന്ന മനുഷ്യനാണ്. ഞാൻ നേരത്തെ കഠിനമായ വേറെ വാക്ക് പറഞ്ഞു, പൈതൃകം. ഇതൊക്കെ വളരെ സൂക്ഷിച്ച് കൂടെ നമ്മൾ ഈ പൈതൃകം എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കാത്ത കാര്യമാണ്. സംസ്കാരം, പൈതൃകം. എന്താണ് പൈതൃകം? പറഞ്ഞു ചെല്ലുമ്പോൾ അത് യാഥാസ്ഥിതികത്വമാണ്. പൈതൃകം വളരെ നല്ല കാര്യമാണെന്ന് തോന്നുന്നെങ്കിലും യാഥാസ്ഥിതികത്വം എന്ന് പറയുന്ന ആ സാധനത്തെ നമ്മൾ അംഗീകരിക്കും. ഈ യാഥാസ്ഥിതികം എന്താണ് യാഥാസ്ഥിതികത്വം? ഇന്ത്യയുടെ യാഥാസ്ഥിതികത്വം എന്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യാവകാശ നിഷേധമായ ചാതുർവർണ്ണയമാണ് ഇന്ത്യയുടെ പൈതൃകത്തിന്റെ അകത്ത് കിടക്കുന്നത്. കുഴപ്പമാവുന്നുണ്ടോ? പൈതൃകം എന്നൊക്കെ കൂടുതൽ പറയുമ്പോഴുള്ള പ്രശ്നമാവുന്നുണ്ട്. ഈ പൈതൃകം എന്ന് പറയുന്നത്
നിങ്ങളിങ്ങനെ വല്ലപ്പോഴും പറഞ്ഞോണ്ട് കുഴപ്പമില്ല. ഈ നിരന്തരം ഇങ്ങനെ പറയുന്നത് ഈ മീൻപിടുത്തക്കാരെയും മേശരിമാരെയും സ്വർണ്ണപ്പണിക്കാരെയും ഭഗവത്ഗീത വായിക്കാത്തതിന്റെ പേരിൽ മുഖ്യധാരയിൽ പുറത്താക്കാനല്ലേ? അതല്ലേ ചിലവരെന്ന് പുറത്താക്കാനല്ലേ ചോദിച്ചാൽ അവരിപ്പം മുഖ്യധാരയിലുണ്ടോ? ഇല്ലല്ലോ. എത്രയോ കമ്മിറ്റികളും എത്രയോ അക്കാഡമികളും അതിലൊക്കെ എത്രയോ എക്സിക്യൂട്ടീവ് കമ്മിറ്റികളും ജനറൽ കൗൺസിലുകളും ഉണ്ട്, എത്രയോ പാഠപുസ്തക കമ്മിറ്റികളുണ്ട്. അതിനായി ഇവരിൽപ്പെട്ട ആരെയും നിങ്ങൾ കാണണം. നിങ്ങൾ ആ സമുദായത്തിൽ നിന്ന് പഠിച്ചു നോക്കും. ആ സമുദായത്തിൽ ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, കോളേജുകാരുണ്ട്, പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തത്. ഇവരെന്ന് ആരെങ്കിലും മനഃപൂർവ്വം നിന്ന് കണ്ടുപിടിച്ച് ഈ കമ്മിറ്റിയിൽ ആരെങ്കിലും ഉൾപ്പെടുത്തും? ഇല്ലല്ലോ. അതെന്താ വയ്ക്കാത്തത്? നമ്മുടെ മുന്നിൽ നമുക്ക് എല്ലാവർക്കും കാണാവുന്ന മാർഗവും സാംസ്കാരികതയെ കുറിച്ച് ഞാൻ പറയാം. നിങ്ങൾ കഴക്കൂട്ടം മുതൽ അല്ല ഉള്ളൂർ ജംഗ്ഷൻ മുതൽ ആറ്റിങ്ങൽ വരെ അതിനപ്പുറത്ത് നടക്കുന്നുണ്ട്. ഞാൻ നമ്മുടെ ദൃഷ്ടിപഥത്തിലെത്തി കാര്യം പറയും. വികസനത്തിന്റെ ഭാഗമായിട്ട് ഒരു റോഡങ്ങ് പൂർണ്ണമായും ഇല്ലാതായി നിങ്ങൾ അവിടെ എവിടെയെങ്കിലും കണ്ണ് കെട്ടിക്കൊണ്ട് വിട്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയും. കണ്ട് നിങ്ങൾ പോയ സ്ഥലത്തിൽ ഒരു സ്ഥലമുണ്ട് പണിയാവരും ഒന്നും പറ്റില്ല. അപ്പൊ അവിടെ എന്ത് സാംസ്കാരികതയാണ് പോയെന്ന് പറഞ്ഞാൽ ഒരു പാത ഒരു സാംസ്കാരികതയാണ്, മരങ്ങൾ സാംസ്കാരികതയാണ്. കഴിഞ്ഞ 20-ാം നൂറ്റാണ്ടിൽ കേരളത്തിലുടനീളം വന്ന പാതകളോടൊപ്പം ഉണ്ടായി വന്ന ഒരു സാംസ്കാരിക ഇടത്തിന് നമ്മൾ വിളിക്കുന്നതാണ് കവല എന്ന്. ഏതെങ്കിലും പഴയ ഒരു കവല ആറ്റിങ്ങൽ ഉള്ളൂർ ജംഗ്ഷനിൽ കവല, ഒരു കവലയ്ക്ക് ഒരു വ്യക്തിത്വം. കേരളത്തിലെ ഒരു കവലയും വേറെ കവല പോലെ. കവല ചരിത്രം അതിന്റെ ദീർഘയാത്രയ്ക്കിടയിൽ ഇളവേൽക്കാൻ എത്തുന്ന സാംസ്കാരിക ഇടമാണ് കവല. നിങ്ങൾ ഗ്രാമക്കവലകളെ നോക്കൂ. ഒരു സൈക്കിൾ ഷോപ്പ്, ഒരു ബാർബർ ഷോപ്പ്, ഒരു അരപ്പൻ കട, ഒരു ഓടിട്ട ഇരുനില കെട്ടിടത്തിന്റെ മുകളിൽ ഒരു പാർട്ടി ഓഫീസ്, താഴെ ഒരു വായനശാല എന്ന് പറഞ്ഞിട്ട് അതിനൊരു സാംസ്കാരികമാണ് ഇല്ലേ? ബസ് കാത്തു നിൽക്കുന്നവരിടം, അവിടെ ഉണ്ടാകുന്ന നിശബ്ദ പ്രണയങ്ങൾ, രാത്രി സന്ധ്യകളിൽ ഒത്തുകൂടുന്ന ചെറുപ്പക്കാർ, വൃദ്ധരായവർ ഒരു മുറുക്കാൻ കട എന്നില്ല കേട്ടോ. ഒരു മുറുക്കാൻ കടയുടെ മുന്നിൽ നിന്ന് നാട്ടുവിശേഷങ്ങൾ പറഞ്ഞ് ഒരു 1.5 മണിക്കൂർ ചെലവഴിച്ച് പിരിയുന്ന ഇപ്പോഴുണ്ടോ? ഈ നാട്ടിൻപുറത്തെ കവലകൾ തന്നെ അതിന്റെ രൂപഭാഗങ്ങൾ പാടേന്ന് മാറി. അവിടെ ഒരു വലിയ കവലകൾ ഇല്ലാതാകുമ്പോൾ വലിയ ഒരു സാംസ്കാരിക സമൂഹ സംവേദനങ്ങൾ ഇല്ലാതെ പോവുകയാണ്. കുട്ടിക്കാലത്ത് പുരവൂരിന്റെ ഗ്രാമത്തിൽ വയൽവരമ്പ് ചേർന്ന് സ്കൂളിലേക്ക് നടക്കുമ്പോൾ തെങ്ങുകൾക്കിടയിലൂടെ ഒരു ഹാർമോണിയത്തിന്റെ ശബ്ദമില്ല. അത് നിങ്ങളുടെ നാട്ടിലെ അപ്പുകുട്ടൻ ഭാഗവതരെ കുട്ടികളെ പാട്ട് പഠിപ്പിക്കുന്നു, വേറെ എവിടെയെങ്കിലും ഒരു നൃത്തം പഠിപ്പിക്കുന്നു. ഇന്ന് ഗ്രാമങ്ങളിൽ ആരെങ്കിലും പാട്ട് പഠിക്കും, നൃത്തം പഠിപ്പിക്കാറുണ്ട്. ഒരു ചിലമ്പച്ച വരാറ്, ഒരു ഹാർമോണിയം ഉയർന്ന് താഴാറ്. അതിന് നഗരങ്ങളിൽ അതിന് കുറച്ചുകൂടെ ഹൈടെക് ആയിട്ടുള്ള സംവിധാനങ്ങളാണുള്ളത്. മറ്റൊരു ഗ്രാമീണ ജീവിതത്തിന്റെ പശ്ചാത്തല സംഗീതം. ഞാൻ ഈ കഥാകവിത സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് കലയുടെ സാഹിത്യത്തിന്റെയൊക്കെ വിവിധ ഫോമുകളിൽ ഒരു പരിശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. നയിച്ച ആദ്യത്തെ സ്രോതസ്സുകളിലേക്ക് അതെന്താ ആദ്യത്തെ ഉറവിടങ്ങൾ ഏതൊക്കെയാണെന്നുള്ള എൻ്റെ ഒരു യാത്ര ചെന്ന് അവസാനിക്കുന്ന പലപ്പോഴും എൻ്റെ നാട്ടിലെ ഈ പാവപ്പെട്ട അപ്പുകുട്ടൻ ഭാഗവരുടെ പാവപ്പെട്ട ഹാർമോണിയത്തിലായിരിക്കും. ഞാൻ ആ ഹാർമോണിയത്തെ നമസ്കരിച്ചുകൊണ്ടാണ് തുറന്നത്. അപ്പൊ അത് ആ ഹാർമോണിയം ഒരു സംസ്കാരം, അതില്ല. ഹാർമോണിയം ഒരു സാംസ്കാരികത അല്ല, ഹാർമോണിയം ഒരു സംസ്കാരമാണ്. ഒരു ഗ്രാമവഴിയിലൂടെ നടന്നു പോകുമ്പോൾ ദൂരെ നിന്ന് വരുന്ന പാട്ട് പഠിപ്പിക്കുന്ന അരയലവെച്ചകൾ ഒരു സംസ്കാരമാണ്. ആ സംസ്കാരം പറയട്ടെ, ഈ 21 വർഷം പൂർത്തിയാക്കുന്നത് കൊണ്ട് പറയുന്നതാണ്, ഒരു അവലോകനപരമായ ആത്മപരിശോധനയുടെ ഭാഗമായി പറയുന്നതാണ്. ഞങ്ങൾ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ഇടയ്ക്ക് വാട്സപ്പ്, ഞങ്ങളുടേത് മാത്രമായ വാട്സപ്പിൽ ഈ അടുത്ത കാലത്ത് ഒരു വിഷയം ചർച്ച ചെയ്യും. അത് ഇവിടെ നടക്കുന്ന ചർച്ചകളുടെ നിലവാരം എങ്ങനെയൊന്ന് കൂട്ടാം, കുറച്ചുകൂടെ അതിനെങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നാലും ഞാൻ എന്നിൽ നിന്നാണ് അതൊരു ഇനിഷ്യേറ്റീവ്. അതെങ്ങനെ ഇംപ്രൂവ് ചെയ്യാം, അത് ഇംപ്രൂവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ ചർച്ചയാണ്. സ്വകാര്യമായി നടന്ന ചർച്ചയാണ്. അത് നിങ്ങൾ കൂടി കഥാപാത്രമായതുകൊണ്ട് ഞാനതിവിടെ പറയും. ഞാൻ ആ ചർച്ചയിൽ എടുത്ത നിലപാട് പൂർണ്ണമായും പിൻവലിക്കും. കാര്യം ഞാൻ പിന്നീട് ചിന്തിച്ചപ്പോൾ തോന്നി,
എൻ്റെ ഒരു ജീവിത തത്വത്തിന് എതിരായ ഒരു നിലപാടാണ്. ഞാൻ വിശ്വസിക്കുന്ന ഒരു ജീവിത തത്വത്തിന് എതിരായ നിലപാടാണ്. ഞാൻ എങ്ങനെ അത് വേണ്ടത്ര ആലോചിക്കാതെ എടുത്തുപോയി. എന്താണെന്ന് ചോദിച്ചാൽ, ഈ ജീവിതത്വം എനിക്ക് ആദ്യമായി പറയുന്നത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗുരുനാഥൻ. ആ ആളുടെ പേര് നിങ്ങൾക്ക് അറിയാം, എം കൃഷ്ണനായി. അതേ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കൂടിയിരിക്കുമ്പോഴും പറഞ്ഞു. അതെന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ വേറൊരാളെ ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കും. നിങ്ങൾ ഒരിക്കലും വേറൊരാളെ റിഫോം ചെയ്യാൻ ശ്രമിക്കും. എന്താണ് നിങ്ങൾ റിഫോം ചെയ്യുന്നത്? അയാൾ തെറ്റാണ് ശരിയല്ല തോന്നിയിട്ടല്ലേ ചെയ്യുന്നു. അയാളുടെ ശരിയാണ് ജീവിക്കുന്നത്. നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ എങ്ങനെയാണ് വേറൊരാളെ കാണുന്നത്? നിങ്ങൾക്ക് കോമ്പസിഷൻ ബുക്ക് തിരുത്താനുള്ള, നിങ്ങൾക്ക് കയറി വെട്ടി തിരുത്താനുള്ള കോമ്പസിഷൻ ബുക്കാണ് മറ്റു വേറെ വ്യക്തി. അയാളെ വഴി വിടണം. വ്യക്തിയെ അവന്റെ പാട്ടിന് വിടുക എന്നാണ് സാർ നിരന്തരം പറയാറ്. കാര്യം ഇവിടെ ആരും തെറ്റ് ചെയ്യുന്നു എന്ന ബോധത്തോടെ ആരും തെറ്റൊന്നും. നിങ്ങൾക്ക് വല്ല തെറ്റിദ്ധാരണയുണ്ടോ? പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടക്കുന്നവരെല്ലാം വലിയ കുറ്റബോധത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. പക്ഷെ എന്തിനാ ഇവിടെ പഠിച്ചിട്ടിരിക്കുന്നതാണ് അവരാലോചിക്കുന്നത്. കാര്യം അവന്റെ ശരിയാണ് ചെയ്തത്. നിങ്ങൾ ചില വാർത്തകൾ വായിക്കുന്നില്ലേ? 4 പേരെ കൊന്ന പ്രതി ഈ ശിക്ഷ വിധിച്ചപ്പോൾ നിസ്സംഗമായി നിന്ന് കേട്ടു. നമ്മൾ വായിക്കും. എന്താണ് നിസ്സംഗമായിട്ട് ചെയ്യുന്നത്? അവരൊരു കുറ്റബോധം. അവന്റെ ശരി ചെയ്യുകയും അത് തെറ്റാണെന്ന് നമ്മൾ വേറെ പുറത്തേക്കുമ്പോൾ തോന്നണം. അവനെ ഇമ്പ്രൂവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവൻ ഇമ്പ്രൂവ് ആവില്ല. ഞാൻ ചെയ്യുന്നതാണ് എൻ്റെ ശരി എന്നൊരു ഡയലോഗ് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ആ സിനിമ ഓർമ്മ വന്നു അല്ലേ? ദൃശ്യം. ഞാൻ ചെയ്യുന്നതാണ് എൻ്റെ ശരി എന്ന് മോഹൻലാൽ പറയും. പക്ഷെ നിങ്ങളിപ്പോൾ ഓർക്കാത്തൊരു കാര്യമുണ്ട്. ഈ സിനിമ ഇറങ്ങുന്നതിന് 30 വർഷം മുമ്പ് ഇതേ ഡയലോഗ് നരേന്ദ്രപ്രസാദിനെ കൊണ്ട് പറയിക്കാൻ ഒരു ജനാധിപത്യക്കാരൻ എഴുതുക. ഞാൻ ചെയ്യുന്നതാണ് എൻ്റെ ശരിയെന്ന്. ഞാനായിപ്പോയത് യാദൃശ്യം. എൻ്റെ മോട്ടിച്ച് അങ്ങനെയൊന്നും ഞാൻ പറയും. ഇതൊന്നും അങ്ങനെ പേറ്റൻ്റൊന്നുമില്ല. ആർക്കും പറയാത്ത ഒരു ജീവിത പൊതുതത്വമാണ്. പക്ഷെ ഞാൻ 10-30 വർഷത്തിന് മുമ്പ് അതിൽ എത്തിയിരുന്നു എന്ന് ചുമ്മാ സൂചിപ്പിക്കുക. ഞാൻ ചെയ്യുന്നതാണ് എൻ്റെ ശരി, നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ശരിയാണ്. അതുകൊണ്ട് ഇവിടെ തുറന്ന് ഈ വിളക്ക് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ സരസമായി സംസാരിച്ചവരെല്ലാം തുറന്നും സരസമായി സംസാരിച്ചു, വിരസമായി സംസാരിച്ചവരെല്ലാം തുടർന്ന് വിരസമായി തന്നെ സംസാരിച്ചു തുടരണം എന്നാണ് ഞാൻ ഇപ്പോൾ എൻ്റെ നിലപാട്. ആരും ഇമ്പ്രൂവ് ചെയ്യേണ്ട ആവശ്യം. അത് ഇമ്പ്രൂവ് ആവില്ല. നിങ്ങൾ ഈ നോട്ടീസിൻ്റെ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ സാധാരണ പ്രബന്ധാവതരണം എന്നൊക്കെ പറഞ്ഞ് കഠിനമായിട്ടാണ് കാര്യം പറയുന്നത്. ഇപ്പോൾ അത് വിഷയാവതരണം ഒന്ന് ലളിതം, അതായത് ശാസ്ത്രീയ സംഗീതമല്ല, ഇതൊരു ലളിത സംഗീതം. ഞാൻ ഈ ലളിത സംഗീതത്തിന് ഒരു പാട്ടിലേക്ക് പോകാനാണ് ഇപ്പോൾ. ഒരു സിനിമാ പാട്ടിലേക്ക് പോയിട്ട് ഈ വിഷയത്തിലേക്ക് കയറാൻ പറ്റുമെന്ന് ഞാൻ നോക്കിയുള്ളൂ. അത് ഭാസ്കര മാഷ്ക്ക് മുഴുവൻ സിനിമാ ആദ്യത്തെ 2 വരിയാണ്. ആ 2 വരി ഇവിടെ നിങ്ങൾക്ക് 1 വരിയായി വെക്കാം. അഞ്ചന കണ്ണെഴുതി ആരില താലി ചാർത്തി അറപ്പുര വാതിലിൽ ഞാൻ കാത്തിരുന്നു. ഞാൻ ഈ ഭാസ്കര മാഷ്ടെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ഒരു അധ്യാപകനെ ഏൽപ്പിച്ചു. അത് സ്കൂൾ അധ്യാപകനെ ഏൽപ്പിക്കുന്നില്ല. കാര്യം ഇതിനകത്ത് ഒരു സ്വല്പം ശൃംഗാരമുണ്ട്. ഈ ശൃംഗാരം കുട്ടികൾക്ക് അറിയാം. എന്നാൽ ഒരു അധ്യാപകനെന്ന് അത് പറയാൻ ബുദ്ധിമുട്ടില്ല. ഞാൻ MA ക്ലാസ് തന്നെ പഠിപ്പിക്കാൻ കൊടുക്കുകയും ഭാസ്കര സാറിനെ ഞാൻ കൊടുക്കില്ല. കാരണം സാർ ആദ്യം മനോഹരമായി പഠിക്കും. അപ്പോൾ അതുകൊണ്ട് ഭാസ്കര സാറിനെ കൊടുക്കും. ഞാൻ കുറച്ചുകൂടെ ജൂനിയറായ ഒരു അധ്യാപകനിലേക്ക് കൊടുക്കും. ഇത് പഠിപ്പിക്കാൻ വലിയ വിഷമമാണ്. എന്താണ് അഞ്ചന കണ്ണെഴുതി ആലില താലി ചാർത്തി അറപ്പുര വാതിൽ ഞാൻ കാത്തിരുന്നു. അതിനകത്ത് എന്താ പോകുന്നത്? എല്ലാം പറയാം. ആലില താലി വലിയുടെ രൂപമാണ്. അറപ്പുര വാതിൽ കാത്തിരുന്നു. അറപ്പുര വാതിൽ കാലം അത് പഴയകാലത്ത് തറവാട്ടിന് അടുക്കളോട് ചേർന്ന് സ്ത്രീകൾ വ്യാപരിക്കുന്ന ഒരു സ്ഥലമാണ്. എന്ന് ഇതിന്റെ അർത്ഥം പറയാനൊരു ബുദ്ധിമുട്ടില്ല. പക്ഷെ ഇതിന്റെ ഭാവതലം നിങ്ങൾ പുതിയ തലമുറയിലേക്ക് കൺവേ ചെയ്യാൻ ശ്രമിച്ചാൽ ആ അധ്യാപകൻ വെള്ളം കുടിക്കും. ഒരു കുപ്പിയിലൊന്നും തീരില്ല. ആദ്യം അറപ്പുര എന്ന് പറയുന്ന ഒരേയുടെ സ്ത്രീ പ്രപഞ്ചം ഫ്യൂഡൽ പോസ്റ്റ് ഫ്യൂഡൽ കാലഘട്ടത്തിൽ നമ്മുടെ തറവാടുകളിലെ സ്ത്രീകളുടെ ഏറ്റവും സുതാര്യമായ നിഗൂഢ ഗതിയുള്ള ശൃംഗാരമുള്ള കാൽപ്പനികമായ അവരുടെ കണ്ണീര് വീണ് കുതിർന്ന ഒരു ഇടമാണ് ഈ ഇടം. അത് അതിന്റെ താപതലം അങ്ങോട്ട് കൺവേ ചെയ്യാൻ ഉൾപ്പെടാം. ആ പ്രേമം അറപ്പുരവാതിൽ ആരെയാണ് കാത്തിരിക്കുന്നത്? ഊസനില മുറിച്ച് വെച്ച് തുമ്പപ്പ് ചോറ് വിളമ്പി ആശിച്ച കറികളെല്ലാം ഒരുക്കി വെച്ച് കാത്തിരിക്കുള്ള ആരെയാണ് കാത്തിരിക്കുന്നത്?
ഇലക്ട്രിസിറ്റി വരുന്നതിന് മുമ്പുള്ള കേരളത്തിന്റെ നീല രാത്രിയാണ്. നിലാവ് നടന്ന രാത്രിയിൽ വെള്ളക്കുതിരപ്പുറത്ത് ഒളിച്ചോ ഇവൻ വരികയാണ്. അവിടെ നിഗൂഢമായ പ്രേമ പ്രതീക്ഷകളോടുകൂടി കാത്തിരിക്കുന്ന പഴയകാലത്തെ ഒരു മലയാളി പെൺകുട്ടിയുടെ മനസ്സിന്റെ മാസ്മര പ്രപഞ്ചം ക്ലാസ് റൂമിലൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാൻ കുറെ പാടാണ്. അല്ലെന്ന് ബാസിരാജ്. കാരണം ഈ MA ക്ലാസ് പഠിക്കുന്ന കുട്ടി എന്നായിരുന്നു ജനിച്ചത്? അവൻ ഈ നൂറ്റാണ്ടിൽ ജനിച്ചാണ്. 2001 2002 2003 ഒക്കെ ജനിച്ച കുട്ടിയാണ് ഇരിക്കുന്നത്. അവൻ എന്താണ് മനസ്സിലാവും? അവൻ അങ്ങനെ ഒരു പ്രേമം അറിയില്ലല്ലോ. അങ്ങനെ ഒരു കാലം അറിയില്ല. പിന്നെ ഈ പഠിപ്പിക്കുന്ന അധ്യാപകന്റെ കാര്യം പറയാം. അയാൾക്ക് 19 വയസ്സിന് മുകളിലാണെങ്കിൽ അയാൾ ഇതിലൂടെയൊന്നും കടന്നു പോയിട്ടില്ല. അപ്പൊ എന്താണ് പഴയ കാലത്തിന്റെ ഒരു സംസ്കാരം കൺവേ ചെയ്യാൻ സാധിക്കും. രണ്ട് വലിയ സിനിമാ പാട്ട് പറയാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. അതിന്റെ അർത്ഥം പറയാൻ പറ്റും. അർത്ഥമല്ലല്ലോ കവിത, എന്റെ ഭാവതലമാണല്ലോ കവിത. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 4 പ്രധാനപ്പെട്ട തൂണുകളിൽ ആണ് 20-ാം നൂറ്റാണ്ടിന്റെ 2ാം പകുതിയിലെ സാംസ്കാരികത. ഒന്ന് നവോത്ഥാനപരതയാണ്. ഈ നവോത്ഥാനപരത വളരെ ആദരവോടുകൂടി കാണേണ്ട ഒരു സംഭവം. കാരണം അതിനകത്ത് ശ്രീനാരായണ ഗുരുവും ചട്ടമ്പിതാനുകളൊക്കെ ഉള്ള ഒരു വലിയ പ്രസ്ഥാനം. പക്ഷെ ഈ നവോത്ഥാനപരതയിൽ നിന്ന് പുരോഗമനപരത എന്നൊരു സാധനമുണ്ട്. എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത ഒരു കഥാപാത്രമാണ് പുരോഗമന സാധ്യത. ഞാൻ തുറന്നു പറയും. അന്ന് മുതൽ ഇന്ന് വരെ മലയാള സംസ്കാരത്തിലെ ഒരു ഹാസ്യപദാർത്ഥം. ഈ ഹാസ്യപദാർത്ഥത്തിന്റെ ഒരു കാര്യം ഞാൻ പറയും. ഈ ഫ്രാൻസ് കാഫ്ക ലോകോത്തര സാഹിത്യമാണ്. മെറ്റമോർഫോസിസ് എന്നൊക്കെ എഴുതി. അദ്ദേഹത്തിന്റെ ഒരു ജീവചരിത്രം മലയാളത്തിലാണ്. ജീവചരിത്രത്തിൽ അദ്ദേഹത്തിന് ക്ഷയരോഗം ഉണ്ടാകുന്നൊരു രോഗം, ക്ഷയരോഗം. അപ്പം അതിൽ എഴുതി due to progressive tuberculosis. Progressive literature, he spent a few months in a sanatorium. But due to progressive tuberculosis, Franz Kafka spent a few months in a sanatorium. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തു. പ്രോഗ്രസീവ്, തികച്ചും പുരോഗമനപരമായ ക്ഷയരോഗം നിമിത്തം, തികച്ചും പുരോഗമനപരമായ ക്ഷയരോഗം നിമിത്തം അദ്ദേഹം 3-4 മാസം ഒരു സാനറ്റോറിയത്തിൽ. ഇത് ജനീയത്തിന് മറ്റേത് വന്നതിന് ശേഷം അദ്ദേഹം ചെക്കോസ്ലോവാക്യയിലാണ്. അവിടെ പോകാനായിട്ട് വിസയ്ക്ക് വേണ്ടി ആളുകൾ ക്യൂ നിന്നതാണ്. പുരോഗമന സാധ്യത ഇത്രയും പുരോഗമനപരമായ ഒരു ക്ഷയരോഗം വരാതെ ഇരിക്കുന്ന മോശം. അത്ര സ്റ്റുപ്പിഡിറ്റി കൊണ്ട് നടക്കുന്നതാണ് നമ്മുടെ നാട്ടിലെ പുരോഗമനവാദികളും പുരോഗമന സാഹിത്യങ്ങളും. നവോത്ഥാനം അങ്ങനെയല്ല. പക്ഷെ ഈ നവോത്ഥാനം ഞാൻ 4 എണ്ണം പറയണം. ഒരുതരം മൂല്യബദ്ധത നമുക്കുണ്ട്. 20-ാം നൂറ്റാണ്ടിന്റെ 2ാം പകുതി ഒരു മൂല്യശോഷണം എന്നല്ല നമ്മൾ പറയുന്ന മൂല്യം ഉണ്ടായതുകൊണ്ടാണ്. അപ്പൊ ഒരു മൂല്യബദ്ധത, അത് മലയാളിയുടെ സാംസ്കാരികതയുടെ ഒരു പ്രധാനപ്പെട്ടതാണ്. 3ാമത് ഒരുതരം ഗ്രഹാതിരത്വം എന്ന് പറയുന്നത്, ഒരു പഴയ കാലത്തോട് ആദരവോടെ നോക്കി അത് നഷ്ടപ്പെട്ടു പോകുന്നതിൽ ദുഃഖിക്കുകയും അത് സംരക്ഷിക്കാനുള്ള പരിശ്രമമൊക്കെ ചേർന്ന ഒരു ഗ്രഹാതുരത മലയാളി സംസ്കാരത്തിന്റെ ഒരു തൂണാണ്. 4ാമത് കലാസാഹിത്യ സാംസ്കാരികത തന്നെയാണ്. കലയിൽ താല്പര്യത്തിൽ സിനിമയിലൊക്കെ ഉണ്ടാകുന്ന വലിയ സൃഷ്ടികളോടുള്ള ആരാധനയും അതിന് ചുറ്റും വരുന്ന ആരാധനയുടെ ലോകം ചേർന്ന സംഭവമാണ്. ഈ 4 എണ്ണത്തിൽ എന്താണ് സംഭവിച്ചത് നമ്മൾ മാത്രം ആലോചിച്ചു. നവോത്ഥാനപരത ഇപ്പോൾ ഉണ്ടോ? നവോത്ഥാനപരതയ്ക്ക് വേണ്ടിയുള്ള ഒരു ദാഹം നിലനിൽക്കുന്നു. നമ്മളത് മറന്നു വന്നു. നവോത്ഥാനപരത പിന്നെ ഈ എന്താണ് മൂല്യം, സ്വർണത്തിന്റെ അന്നുള്ള വിലയ്ക്കപ്പുറം പോകുന്ന എന്തെങ്കിലും മൂല്യം മലയാളികൾ ഇപ്പോൾ ആദരിക്കും. എന്തൊരു സ്വർണ്ണ ആർത്തിയം! അക്ഷയ തൃതീയ എന്നൊക്കെ പറയുന്ന ഫ്രാഡുകളായിട്ട് ഇറക്കി, ഫ്രാഡ് സങ്കല്പങ്ങളായിട്ട് ഇറക്കി, എന്തൊരു സ്വർണ്ണ ആർത്തിയം! 3 ഈ പറയുന്ന ഗ്രഹാതുരത ഒരു വലിയ പ്രശ്നമുണ്ട് മലയാളികൾ. ഞാൻ മലയാളിയാണെങ്കിൽ ഞാൻ MT വാസുദേവൻ മാധവിക്കുട്ടി എഴുതുന്ന ഗ്രഹാതുരത
അതേ ആസ്വദിക്കുന്ന ഞാൻ എൻ്റെ നാട്ടിൻപുറത്തെ വീട് നല്ല വിലയ്ക്ക് വിറ്റ് പോയി ഫ്ലാറ്റിലാണ്. അപ്പൊ എന്താണ് അവനവൻ ആത്മദേഹാതുരതയില്ല, വേറൊന്നിന്റെ ഗ്രഹാതുരത ആസ്വദിക്കും. ഞാനൊരു ചെറിയ സംഭവം എന്ന് പറയാം. ചെറിയ തലമുറകളുടെ ഗ്രഹാതുര പ്രതിബിംബമായിരുന്നു അധികം കളക്റ്റീവ് നൊസ്റ്റാൾജിയ. ഖദീജ വാങ്ങിയാണ് ആ തിയേറ്ററിന് വിലയിട്ടല്ലേ, പറമ്പിന് മാത്രമല്ല. സാധാരണ അങ്ങനെയാണ്, നല്ലൊരു കെട്ടിടത്തിനാണ് വില, കെട്ടിടത്തിന്റെ കൂടെ വിലയിടങ്ങി കിട്ടുന്നതാണ്. ആ തിയേറ്ററിനാണ് വില കിട്ടുന്നത്. അത് ജീർണിച്ച ഒരു തിയേറ്റർ ആയിരുന്നില്ല. ഇവിടെ നസീർ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആധികാരികമായിട്ട് അതിന്റെ ആയുസ് പറയാൻ പറ്റുമോ, എത്ര വർഷത്തെ ആയുസ് അതിനുണ്ടാവും. മിനിമം 56 ഉണ്ടായ വലിയ തിയേറ്റർ മിനിമം 150 വർഷം ആയുസ്. എന്നിട്ട് ഈ കഥ്യാ തിയേറ്ററിൽ ബാല്യവും കൗമാരവും യൗവനത്തിനും സിനിമ കണ്ട അതേ ആള് തന്നെ തിരുവനന്തപുരത്ത് ചിറയിൽ എന്തെങ്കിലും ഒരു എതിർ ശബ്ദം നിലനിൽക്കണം. അതാണ് മലയാളിയുടെ ഗ്രഹാതുരത ഇല്ല എന്ന് ഞാൻ എപ്പോഴും പറയുന്നതാണ്. സ്വന്തം അവനവനും ഗ്രഹാതുരത. ഹിന്ദിവാസം നേട്ട ഗ്രഹാതുര കഥകൾ ആവശ്യം. അവനവന് മെലഡിയൊന്നുമില്ല, അവനും മെലോഡിയസ് അല്ല. ദേവരാം മാഷിന്റെ മെലഡി ആസ്വദിക്കും. മലയാളികളിൽ ലിഖിതമായ ഹിപ്പോക്രസിയുടെ മുഖമാണ്. അപ്പൊ ഞാൻ ഇത്രയും പറയുമ്പോൾ അപ്പൊ ഇപ്പൊ ഇവിടെ ആഘോഷിക്കപ്പെടുന്ന, ഒരുപാട് ആഘോഷിക്കപ്പെടുന്ന, പുരസ്കരിക്കപ്പെടുന്ന, മുഖചിത്രവൽക്കരിക്കപ്പെടുന്ന, ഫെസ്റ്റിവൽ വൽക്കരിക്കപ്പെടുന്ന, പുസ്തകോത്സവപ്പെടുന്ന എത്രയോ നോവലുകളും പുസ്തകങ്ങളും. അപ്പൊ അതിന്റെ കാര്യം എങ്ങനെയാണെന്ന് ചോദിക്കും. വർഷത്തിൽ 10 മലയാള നോവലുകൾ വായിച്ചിരിക്കുമെന്ന് ഗുരുവായൂരിലോ ഭീമാപ്പള്ളിയിലോ വെട്ടുകാട് പള്ളിയിലോ പോയി നേർച്ച നടത്താത്ത ഒരാൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഒരു മലയാള നോവലും 25 പേരിനപ്പുറം വായിക്കാൻ സാധിക്കും. മറ്റു നേർച്ച ഉണ്ടായിരുന്ന വായിച്ചത് ഒരു തത്വദൂഷ്യമില്ലാതെ, ഒരു മൂല്യനിർണയ സത്യസന്ധതയുമില്ലാതെ എതിരേൽക്കുകയാണ്. ഞാൻ പേരുകളൊന്നും പറയും, പേരുകൾ ഞാൻ പറയല്ലോ, പേരുകളൊന്നും അറിയില്ല. ഞാൻ പറയുന്ന എല്ലാ പേരുകളും നിങ്ങൾക്ക് പറയാം, സാധിക്കില്ല. പാരായണക്ഷമത എന്ന് പറയുന്ന ഒരു സാധനമേ, ഞാൻ പറയുന്നത് പാരായണക്ഷമതയില്ലാത്ത ഒരു സാഹിത്യം കേൾക്കാൻ. ഞാൻ ഈ അടുത്ത ഇറങ്ങിയ ഒരുപാട് പുരസ്കരിക്കപ്പെട്ട ഒരു നോവൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് 318 പേര്. ഒരു ദിവസം 2 മണിക്കൂറാണ് ഞാൻ ആ നോവലിന് വേണ്ടി നീക്കി വെച്ചിരിക്കുന്നത്. ഒരു ദിവസം 2 മണിക്കൂർ കൊണ്ട് ഞാൻ ഒരു പേജ് എനിക്ക് വായിക്കാൻ സാധിക്കൂ. അപ്പൊ ഇനി 300 ദിവസങ്ങൾ കഴിഞ്ഞ് എനിക്ക് അത് പൂർത്തിയാക്കാൻ സാധിക്കും. മരണവംശം എന്ന നോവലിനും PV ഷാജികുമാറിനും ഞാൻ എല്ലാ ആശംസകളും. പേര് പറയില്ല എന്ന് പറഞ്ഞാലും ഒരു പേര് പറഞ്ഞില്ലെങ്കിൽ 8 പേര് സ്വാതന്ത്ര്യം സംഭവിക്കില്ല. നിങ്ങൾ വേറെ കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടിൽ അതിവേഗം വംശനാശം സംഭവിക്കുന്ന ഒരു പക്ഷിയുടെ പേരുണ്ട്, പറയാം. ഒരു പക്ഷി അതിവേഗം വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പക്ഷിയുടെ പേര് കാക്ക എന്നാണ്. നിങ്ങൾക്ക് നാളെ കാക്കയുടെ കാറിൽ കാണണം കേൾക്കണമെങ്കിൽ അടൂർ ഗോപാലകൃഷ്ണ സിനിമ ആണ്. എന്തുകൊണ്ടാണ് കാക്കകൾ ഇല്ലാതാവുന്നത്? അത് വന്നിരിക്കാൻ ചില്ലകളില്ല, അതിന് എച്ചിലില്ല. പിന്നെ കാര്യം നമ്മൾ ഫ്രിഡ്ജ് കണ്ടുപിടിച്ചുകൊണ്ട് നമ്മൾ എച്ചില് നമ്മൾ തന്നെ ചൂടാക്കി കഴിക്കാൻ പറ്റും. ഇത് വന്നോണ്ടുള്ള സംഭവമാണല്ലോ വെച്ച് അത് എടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് നമുക്ക് പിറ്റൊന്നും അത് ചൂടായി കഴിക്കാവുന്ന അവസ്ഥ വന്നപ്പോൾ നമ്മൾ പഴയ കാലത്ത് വന്ന് അടുക്കട വാലൊന്നും കാക്കയ്ക്ക് കറി കൊടുക്കുന്നുണ്ട് ചോറ്. അപ്പൊ അവിടെ അതിന്റെ പരിസ്ഥിതി എന്താണെന്ന് വെച്ചാൽ കാക്കകൾക്ക് വന്ന് ഇരിക്കാൻ ചില്ലകളില്ലെങ്കിൽ എന്ന് പറഞ്ഞ പോലെ മഹത്തായ സാഹിത്യ സൃഷ്ടികൾ ഉണ്ടായാൽ പോരാ, അതിന് വന്ന് ഇരിക്കാൻ നമ്മുടെ മനസ്സിനകത്ത് ചില്ലകൾ ഉണ്ടാവണം. അല്ലെങ്കിൽ മഹത്തായ കലാസക്തികൾ ഉണ്ടാവുകയോ അത് വായിക്കപ്പെടുകയോ അതിന്റെ ഭാവതലത്തിലേക്ക് നമ്മൾ എഴുതുകയില്ല. ജില്ലകൾ നഷ്ടപ്പെടുകയും. അതാണ് മാറിയ സാംസ്കാരികത വേറൊരു നോക്ക്. ബെർട്രാൻഡ് റസ്സൽ പറഞ്ഞ ഒരു കാര്യം, അതായത് ഒരു 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 കടൽക്കരയിലോ ഒരു പൂന്തോട്ടത്തിലെ കൽബെഞ്ചിലോ
വഴിയിലെ ഒരു കൽവഴിയിലോ ചെന്ന് കുറച്ചു നേരം അലസമായിരിക്കാത്ത മനുഷ്യൻ ചീത്ത മനുഷ്യൻ. ഇൻ ഡിഫൻസ് ഓഫ് ഐഡിൽനെസ് എന്നൊക്കെ കാണുന്നത് അലസതയ്ക്ക് ഒരു സ്തുതി ഗീതം മനസ്സിലായി. അതായത് കുറച്ചു നേരം നമ്മൾ പഴയ കാലത്തൊക്കെ ഇങ്ങനെ ഓരയിൽ മുറ്റത്ത് വീഴുന്ന മഴയൊക്കെ അങ്ങനെ ഒരാൾ മലയാളി അലസതയ്ക്ക് ഒരു സ്തുതി ഗീതവും എവിടെ കിട്ടാൻ. സ്പീഡ് സ്പീഡ് വീണ്ടും സ്പീഡ് വീണ്ടും വീണ്ടും സ്പീഡ് എന്നതാണ്. അങ്ങനെ ലോകത്ത് കാറ്റുകൾക്കും വെലോസിറ്റികൾക്കും വന്നിരിക്കുവാനുള്ള ചില്ലകൾ ഉണ്ടാകും. ബട്ടർഫ്ലൈ എഫക്റ്റ് എന്നൊരു സങ്കല്പം. അത് എഡ്വേർഡ് ലോറൻസ് എന്ന കാലാവസ്ഥാ ശാസ്ത്രജ്ഞൻ സങ്കല്പിച്ചെടുത്തൊരു സങ്കല്പം. അതായത് ഒരു നേർത്ത ചലനം, അത്രയോ നിസ്സാരമായ ചലനം വളരെ കാലങ്ങൾക്ക് ശേഷം വേറൊരു സ്ഥലത്ത് വേറൊരു കാലത്ത് ഒരു കൊടുങ്കാറ്റിന്റെ സ്വിച്ചാണ് നിർവഹിച്ചെന്ന് വരും. അതായത് ബ്രസീലിൽ ഒരു പൂമ്പാറ്റ ചിറകടിച്ചാൽ അതിന്റെ അനക്കം വേറൊരു കാലത്ത് വേറൊരു പരിസ്ഥിതിയിൽ വേറൊരു രാജ്യത്ത് ഒരു ചുഴലിക്കാറ്റ് ഉദ്ഘാടനം ചെയ്യപ്പെടും. ടെക്സാസിൽ ഒരു ചുഴലിക്കാറ്റ് എന്നൊരു സങ്കല്പം. ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന മനോഹരമായ ഒരു സിനിമ വന്നു. ഞാനത് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ അത് ഒരു മിസൈലോ ഒരു ഗരുഡനോ ഈ പറഞ്ഞ ഒരു പൂമ്പാറ്റ ഇവിടെ നമ്മൾ സമൂഹത്തെ ഉദ്ധരിക്കാനോ വലിയ പ്രസ്ഥാനം ആകാനോ ഒരു സംഭവമായി തരാനോ ഒന്നും അല്ലല്ലോ. നമ്മൾ 21 വർഷം മുമ്പ് ഇങ്ങനെ ഒന്ന് മാസം തോറുമുള്ള ആയർ സ്ഥാനങ്ങളിൽ നമ്മൾ ഒത്തുകൂടി ചില കാര്യങ്ങൾ ചർച്ച കുറിച്ചിട്ടൊന്നും വേറെ വലിയ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന ആ തത്വം നമ്മുടെ മനസ്സിലോട്ട് വന്നാൽ ചിലപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. ഈ മാസാവസാന ഞായർ സന്ധികളിൽ വന്നിരുന്ന ഈ ബ്രസീലിൽ തുടങ്ങി ടെക്സാസിൽ ചുഴലിക്കാറ്റായി മാറിയ ആ ചരകനക്കം ഇവിടെ സംഭവിക്കുന്നത് പ്രായോഗികർ ഒരുപക്ഷെ നമ്മളൊന്നും ആയിരിക്കില്ല. നാളെ ചിറയൻകീഴിൽ എവിടെയോ എന്ന ഒരു കാലത്ത് ജനിക്കാനിരിക്കുന്ന ഒരു കുഞ്ഞിന് വേണ്ടിയാവാം നമ്മളിങ്ങനെ ഈ നമ്മുടെ മുന്നിൽ നിന്ന് ഈ ബട്ടർഫ്ലൈ ചിറകടിക്കുന്നതെന്ന് നിരർത്ഥകമായി എങ്കിലും നിഷ്കളങ്കമായി സ്വപ്നം കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പ്രസംഗിച്ചു.